ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മനഃ. സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ്: സ്വന്തം പ്രയത്നത്താൽ സ്വയം ഉയർത്തുക, സ്വയം താഴ്ത്താതിരിക്കുക. കാരണം ഓരോ വ്യക്തിയും അവനവന്റെ മിത്രവും ശത്രുവുമാകുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്നത് നാം തന്നെയാണ് എന്നതിനേക്കാൾ വലിയൊരു സത്യമുണ്ടോ? ഈയൊരു ചിന്തയാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ കാതൽ. ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളെപ്പോഴെങ്കിലും കണ്ണാടിക്ക് മുന്നിൽ നിന്നിട്ടുണ്ടോ? നിങ്ങളുടെ പ്രതിബിംബത്തെ അല്പനേരം നോക്കിയിട്ടുണ്ടോ? ആ കണ്ണുകളിലെ ക്ഷീണവും മുഖത്തെ ചുളിവുകളും നഷ്ടപ്പെട്ടുപോയ ആ തിളക്കവും കണ്ട് നിങ്ങൾ നിരാശപ്പെട്ടിട്ടുണ്ടോ? ഉള്ളിലെ ചെറുപ്പം മനസ്സു പറയുമ്പോഴും ശരീരം അതിവേഗം പ്രായത്തിലേക്ക് കുതിക്കുന്നതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം നഷ്ടപ്പെട്ടുപോയ ആ യൗവനം വെറും 2 ആഴ്ച കൊണ്ട് നമുക്ക് തിരികെ പിടിക്കാൻ ശ്രമിക്കാം. ഇതേതെങ്കിലും മാന്ത്രിക ലേപനങ്ങളെക്കുറിച്ചോ വില കൂടിയ മരുന്നുകളെക്കുറിച്ചുമുള്ള വീഡിയോ അല്ല. മറിച്ച് നമ്മുടെ യൗവനം ദിനംപ്രതി കാർന്നു തിന്നുന്ന ചില ശീലങ്ങളെക്കുറിച്ചും ആ ശീലങ്ങൾ ഒഴിവാക്കി ശരീരത്തിനും മനസ്സിനും പുതുജീവൻ നൽകാമെന്നും മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ്. ഇതിന് നാം ആശ്രയിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള നമ്മുടെ ഇതിഹാസങ്ങളായ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഭഗവത്ഗീതയിലെയും ജ്ഞാനത്തെയാണ്. നമ്മുടെ യൗവനം മോഷ്ടിക്കുന്ന ഏറ്റവും വലിയ കള്ളനാരാണെന്നറിയാമോ? അത് കാലമല്ല, മറിച്ച് നമ്മുടെ ചിന്തകളാണ്. അതെ, നിഷേധാത്മകവും അനാവശ്യവുമായ ചിന്തകൾ. നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ യൗവനത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്ന നിമിഷങ്ങൾ. ഇതാണ് നമ്മളെ അതിവേഗം വാർദ്ധക്യത്തിലേക്ക് തള്ളിവിടുന്ന ആദ്യത്തെ ശീലം. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്കൊന്ന് സഞ്ചരിക്കാം. ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളി വീരനായ അർജുനൻ തന്റെ രഥത്തിൽ നിൽക്കുന്നു. മുന്നിൽ താൻ യുദ്ധം ചെയ്യേണ്ടി വരുന്ന ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും കണ്ട് അദ്ദേഹത്തിന്റെ ധൈര്യം ചോർന്നുപോകുന്നു. ശരീരം വിറയ്ക്കുന്നു. ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു. അദ്ദേഹം തന്റെ തേരാളിയായ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുന്നു: കൃഷ്ണ, എനിക്കിത് കഴിയില്ല, എന്റെ മനസ്സ് തളരുന്നു. സ്വന്തം ജനങ്ങളെ കൊന്നിട്ടെനിക്ക് വിജയം വേണ്ട. ഇതാണ് ഭഗവത്ഗീതയിലെ അർജുന വിഷാദയോഗം, അതായത് അർജുനന്റെ ദുഃഖം. ഇവിടെ അർജുനന്റെ മനസ്സ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറി. സ്വന്തം കർത്തവ്യത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ശത്രു. ഇനി ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ജീവിതവും ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയല്ലേ? ജോലിസ്ഥലത്ത് സമ്മർദ്ദങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ, ഇവയെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന എതിരാളികളാണ്. അർജുനനെപ്പോലെ നമ്മളും പലപ്പോഴും തളർന്നു പോകാറുണ്ട്. ഞാൻ തോറ്റുപോകുമോ? മറ്റുള്ളവരെന്തു വിചാരിക്കും? എന്റെ ഭാവി എന്താകും? തുടങ്ങിയ ചിന്തകൾ നമ്മളെ ഭയപ്പെടുത്തുന്നു. ഈ മാനസിക സംഘർഷം, ഈ ആന്തരിക യുദ്ധം നമ്മുടെ ഊർജവും യൗവനവും കാർന്നു തിന്നുന്നു. ആധുനിക ശാസ്ത്രം ഇതിനെ സ്ട്രെസ് എന്ന് വിളിക്കുന്നു. നാം നിരന്തരം ആശങ്കപ്പെടുമ്പോൾ ശരീരം കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് നമ്മുടെ ചർമ്മത്തിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുന്നു, മുടി കൊഴിയാൻ കാരണമാകുന്നു, ഉറക്കം കെടുത്തുന്നു, ദഹനവ്യവസ്ഥയെ തകരാറിലാക്കുന്നു, ചുരുക്കത്തിൽ നമ്മളെ പ്രായമാക്കുന്നു. അർജുനന്റെ ദുഃഖം അദ്ദേഹത്തിന്റെ കർമ്മം ചെയ്യാനുള്ള ഇച്ഛാശക്തിയെ തളർത്തിയെങ്കിൽ നമ്മുടെ ദുഃഖവും ഉത്കണ്ഠയും നമ്മുടെ ശരീരത്തെയാണ് വിഷലിപ്തമാക്കുന്നത്. ദുഃഖിച്ചിരിക്കുന്ന അർജുനനോട് കൃഷ്ണൻ നൽകുന്ന ആദ്യ ഉപദേശം എന്താണെന്നറിയാമോ? അദ്ദേഹം ഒരു അത്ഭുതവിദ്യയും കാണിച്ചില്ല. മറിച്ച് ഒരു പുഞ്ചിരിയോടെ അർജുനനെ അവന്റെ മനസ്സിനെ എങ്ങനെ മിത്രമാക്കാമെന്ന് പഠിപ്പിച്ചു. ഭാവിയെക്കുറിച്ചോർത്ത് വിലപിക്കുന്നതിലെ മർത്യതയെക്കുറിച്ചും സ്വന്തം കർത്തവ്യത്തിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഓർമ്മിപ്പിച്ചു. യൗവനം തിരികെ പിടിക്കാനുള്ള ആദ്യ പടി ഇതാണ്: നമ്മുടെ മനസ്സിനെ ശത്രുവാക്കാൻ അനുവദിക്കാതെ അതിനെ നമ്മുടെ ഏറ്റവും നല്ല മിത്രമാക്കി മാറ്റുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അർജുനനെപ്പോലെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുക? ഈ നിഷേധാത്മക ചിന്തകളുടെ ചക്രത്തിൽ നിന്ന് എങ്ങനെ മോചിതരാകാം? അതിന്റെ ആദ്യപടി അതിശയകരമാത വിധം സിമ്പിളാണ്. ആദ്യപടി എന്നത് അതിശയകരമാം വിധം ലളിതമാണ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ആ ആദ്യപടി സ്വയം നിരീക്ഷിക്കുക എന്നതാണ്. നമ്മുടെ ചിന്തകളെ ഒരു സാക്ഷിയെപ്പോലെ ദൂരെ മാറി നിന്ന് നോക്കിക്കാണുക. അവയിൽ ഇടപെടാതെ, അവയെ വിധിക്കാതെ, വെറുതെ ഒഴുകിപ്പോകാൻ അനുവദിക്കുക. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണം മഹാഭാരതത്തിലുണ്ട്. ഗുരു ദ്രോണാചാര്യർ തന്റെ ശിഷ്യന്മാരായ പാണ്ഡവരെയും കൗരവരെയും അസ്ത്രവിദ്യ പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹം ഒരു മരക്കൊമ്പിൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു പക്ഷിയെ വെച്ച ശേഷം ഓരോ ശിഷ്യനോടായി ചോദിച്ചു,
നിങ്ങൾ എന്തു കാണുന്നു? യുധിഷ്ഠിരൻ പറഞ്ഞു. ഗുരു, ഞാൻ അങ്ങയെ കാണുന്നു, മരത്തെ കാണുന്നു, പക്ഷിയെ കാണുന്നു, സഹോദരങ്ങളെയും കാണുന്നു. ദുര്യോധനനും മറ്റു കൗരവരും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ മറുപടി നൽകി. അവർ ചുറ്റുമുള്ള എല്ലാ കാഴ്ചകളെക്കുറിച്ചും വാചാലരായി. അവസാനം അർജുനന്റെ ഊഴമെത്തി. ദ്രോണർ അതേ ചോദ്യം ആവർത്തിച്ചു. അർജുനൻ ശാന്തനായി മറുപടി നൽകി. ഗുരു, ഞാൻ പക്ഷിയുടെ കണ്ണു മാത്രം കാണുന്നു. ദ്രോണർ വീണ്ടും ചോദിച്ചു. നിനക്ക് മരത്തെയോ എന്റെയോ നിന്റെ സഹോദരങ്ങളെയോ കാണാൻ കഴിയുന്നില്ലേ? ഇല്ല ഗുരു, അർജുനൻ പറഞ്ഞു. എനിക്ക് പക്ഷിയുടെ കണ്ണു മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഒരു പുഞ്ചിരിയോടെ ദ്രോണർ പറഞ്ഞു, അമ്പെയ്യുക. ആ അമ്പ് കൃത്യമായി പക്ഷിയുടെ കണ്ണിൽ തന്നെ തറച്ചു. സുഹൃത്തുക്കളെ, എന്താണീ കഥ നമ്മോട് പറയുന്നത്? അർജുനന്റെ വിജയം ആ നിമിഷത്തിലെ പൂർണ്ണമായ ഏകാഗ്രതയായിരുന്നു. ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളോ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ആ നിമിഷത്തിൽ, ആ കർത്തവ്യത്തിൽ മാത്രം അദ്ദേഹം ജീവിച്ചു. ഇതാണ് മൈൻഡ്ഫുൾനെസ് അഥവാ സാന്നിധ്യബോധം. എന്നാൽ നമ്മളോ? ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അടുത്ത ദിവസത്തെ ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നു. കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ മുഴുകിയിരിക്കുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് ദുഃഖിക്കുന്നു. നമ്മൾ ഒരേ സമയം അനേകമിടങ്ങളിലാണ് ജീവിക്കുന്നത്, യഥാർത്ഥത്തിൽ ജീവിക്കേണ്ട ആ നിമിഷമൊഴികെ. ഈ മാനസികമായ അലച്ചിലാണ് നമ്മുടെ ഊർജ്ജത്തെ ഇല്ലാതാക്കുന്നത്. യൗവനം തിരികെ പിടിക്കാനുള്ള ആദ്യത്തെ രഹസ്യം ഇതാണ്. അർജുനനെപ്പോലെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചിന്തകൾ വരുമ്പോൾ അവയെ ഒരു പുഴയിലെ വെള്ളം പോലെ ഒഴുകിപ്പോകാൻ അനുവദിക്കുക. ഇനി നമ്മുടെ യൗവനം കവരുന്ന രണ്ടാമത്തെ ശീലത്തിലേക്ക് വരാം. ഇത് നമ്മുടെ ശരീരത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്: നമ്മുടെ ആഹാരം. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ ആഹാരത്തെ 3ആയി തരംതിരിക്കുന്നുണ്ട്: സാത്വികം, രാജസികം, താമസികം എന്നിങ്ങനെ. സാത്വികമായ ആഹാരം: പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പാൽ തുടങ്ങിയ ശുദ്ധവും ലളിതവുമായ ഭക്ഷണം. ഇത് ആയുസ്സും ആരോഗ്യവും സന്തോഷവും വർദ്ധിപ്പിക്കുന്നു, ശരീരത്തിന് ഊർജ്ജവും മനസ്സിന് ശാന്തിയും നൽകുന്നു. രാജസികമായ ആഹാരം: എരിവ്, പുളി, ഉപ്പ്, മസാല എന്നിവ അധികമുള്ള ഭക്ഷണം. ഇത് ദുഃഖത്തിനും രോഗത്തിനും കാരണമാകുന്നു. ഇത് മനസ്സിനെ അസ്വസ്ഥമാക്കുകയും ശരീരത്തിൽ അനാവശ്യമായ ചൂടുൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. താമസികമായ ആഹാരം: പഴകിയതും രുചിയില്ലാത്തതും ദുർഗന്ധമുള്ളതും ഉച്ഛിഷ്ടവുമായ ഭക്ഷണം. ഇന്നത്തെ കാലത്തെ ജങ്ക് ഫുഡ്, പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം ഈ ഗണത്തിൽ വരും. ഇത് അലസതയ്ക്കും മന്ദതയ്ക്കും അജ്ഞതയ്ക്കും കാരണമാകുന്നു. ഇപ്പോൾ നമുക്ക് രാമായണത്തിലെ ഒരു പാത്രത്തെ ഓർക്കാം: കുംഭകർണനെ. രാവണന്റെ സഹോദരനായ കുംഭകർണൻ തന്റെ ഭീമാകാരമായ ശരീരത്തിനും അടങ്ങാത്ത വിശപ്പിനും 6 മാസം നീണ്ടുനിൽക്കുന്ന ഉറക്കത്തിനും പേരുകേട്ടവനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം താമസികമായ ആഹാരത്തിന്റെയും ജീവിതശൈലിയുടെയും ഒരു പ്രതീകമാണ്. ഉണർന്നിരിക്കുമ്പോൾ അമിതമായി ഭക്ഷിക്കുക, ബാക്കി സമയം മുഴുവൻ ഗാഠനിദ്രയിൽ മുഴുകുക. ഇത് ശരീരത്തിൽ ഊർജ്ജത്തിനു പകരം മന്ദതയാണ് നിറച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ആധുനിക ജീവിതശൈലി കുംഭകർണനേതിൽ നിന്ന് അത്ര വ്യത്യസ്തമാണോ? ഫ്രിഡ്ജിൽ വച്ച പഴകിയ ഭക്ഷണം, പാക്കറ്റുകളിൽ വരുന്ന കൃത്രിമ ഭക്ഷണം, അസമയത്തുള്ള ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ് ശൃംഖലകളിൽ നിന്നുള്ള എണ്ണയിൽ മുക്കിയ വിഭവങ്ങൾ, ഇതെല്ലാം നമ്മളെ ആധുനിക കാലത്തെ കുംഭകർണന്മാരാക്കുകയല്ലേ? ഇത്തരം ഭക്ഷണം നമ്മുടെ ദഹനവ്യവസ്ഥയെ തളർത്തുന്നു, ശരീരത്തിൽ വിഷാംശം നിറയ്ക്കുന്നു, ചർമ്മത്തിന്റെ തിളക്കം കെടുത്തുന്നു, ചിന്തകളെ മന്ദീഭവിപ്പിക്കുന്നു. യൗവനത്തിന്റെ പ്രസരിപ്പിനു പകരം വാർദ്ധക്യത്തിന്റെ ആലസ്യമാണത് നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനെ ശത്രുവാക്കുന്ന ചിന്തകളെയും ശരീരത്തെ വിഷലിപ്തമാക്കുന്ന ഭക്ഷണത്തെയും നാം തിരിച്ചറിഞ്ഞു. എന്നാൽ യൗവനത്തെ കവരുന്ന ശീലങ്ങൾ ഇവയിലൊതുങ്ങുന്നില്ല. ഇതിലും സൂക്ഷ്മമായ എന്നാൽ അതീവ അപകടകാരിയായ മറ്റൊരു ശീലവുമുണ്ട്. യൗവനത്തെ കവർന്നെടുക്കുന്ന, നമ്മളറിയാതെ നമ്മോടൊപ്പം കൂട്ടുന്ന ആ മൂന്നാമത്തെ ശീലം അമിതമായ ആസക്തിയും നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങളുമാണ്. ഇതൊരൽപ്പം വിശദീകരിക്കേണ്ടതുണ്ട്. ആഗ്രഹങ്ങൾ തെറ്റാണെന്നോ സ്നേഹബന്ധങ്ങൾ പാടില്ലെന്നോ അല്ല ഇതിനർത്ഥം. മറിച്ച് ഒന്നിനോടുള്ള അമിതമായ ആശ്രിതത്വവും ഇതെനിക്ക് കിട്ടിയേ തീരൂ, ഇങ്ങനെ തന്നെ സംഭവിക്കണം എന്നൊക്കെയുള്ള പിടിവാശിയുമാണ് യഥാർത്ഥ വില്ലൻ. നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും മറ്റൊരാളിലോ ഒരു വസ്തുവിലോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലോ പൂർണ്ണമായി അടിയറവയ്ക്കുന്ന അവസ്ഥ. ഇതിന്റെ ഏറ്റവും വലിയ ദുരന്ത ഉദാഹരണം നമുക്ക് മഹാഭാരതത്തിൽ കാണാം. ഹസ്തിനപുരിയിലെ അന്ധനായ രാജാവ് ധൃതരാഷ്ട്രർ. അദ്ദേഹത്തിന് കണ്ണുകൾക്ക് കാഴ്ചയില്ലായിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ അതിനേക്കാൾ വലിയ അന്ധതയായിരുന്നു പുത്രനോടുള്ള അമിതമായ സ്നേഹം. തന്റെ മകനായ ദുര്യോധനന്റെ എല്ലാ ദുശ്ചേതികൾക്കും അദ്ദേഹം കൂട്ടുനിന്നു. ദുര്യോധനന്റെ ആഗ്രഹങ്ങൾ ന്യായമല്ലെന്ന്
അദ്ദേഹത്തിന്റെ മനസാക്ഷി പലപ്പോഴും പറഞ്ഞിരുന്നു. പാണ്ഡവരോട് ചെയ്യുന്നത് കൊടും ചതിയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും പുത്രനോടുള്ള ആസക്തി കാരണം അദ്ദേഹത്തിന് ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ ധൃതരാഷ്ട്രരുടെ മാനസികാവസ്ഥ. ഓരോ ദിവസവും അദ്ദേഹം ജീവിച്ചത് ഭയത്തിലും ആശങ്കയിലുമായിരുന്നു. എന്റെ മക്കൾക്ക് ഈ രാജ്യം നഷ്ടപ്പെടുമോ? പാണ്ഡവർ കൂടുതൽ ശക്തരാകുന്നുണ്ടോ? യുദ്ധമുണ്ടായാൽ ദുര്യോധനൻ ജയിക്കുമോ? ഈ ചിന്തകൾ അദ്ദേഹത്തെ ഒരു ചിതയിലെന്ന പോലെ രാവും പകലും എരിയിച്ചു. ആന്തരികമായ ഈ സംഘർഷം, ഈ നീറുന്ന വേദന അദ്ദേഹത്തെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ശവമാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ വാർദ്ധക്യം ശാരീരികം മാത്രമായിരുന്നില്ല, മറിച്ച് ആസക്തിയും ദുഃഖവും സൃഷ്ടിച്ച മാനസികമായ ഒന്നായിരുന്നു. ഒടുവിൽ ആ അമിതമായ സ്നേഹം അദ്ദേഹത്തിന്റെ 100 മക്കളുടെയും മരണത്തിലാണ് കലാശിച്ചത്. ആസക്തി ഒരു ലഹരിയാണ്. അത് നമ്മുടെ വിവേകത്തെ നശിപ്പിക്കുകയും നമ്മളെ ദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ധൃതരാഷ്ട്രരുടെ അത്ര വലിയ ആസക്തികൾ നമുക്കില്ലായിരിക്കാം. പക്ഷെ സൂക്ഷിച്ചു നോക്കൂ. എന്റെ മക്കൾ ക്ലാസ്സിൽ ഒന്നാമത് തന്നെ വരണം, ഞാൻ ആഗ്രഹിക്കുന്ന ആ പ്രമോഷൻ എനിക്ക് കിട്ടിയേ മതിയാവൂ, എന്റെ പങ്കാളി ഞാൻ പറയുന്നതുപോലെ മാത്രം ജീവിക്കണം എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ പിടിവാശികളില്ലേ നമുക്ക്? ഈ പിടിവാശികൾ നമ്മളിൽ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം ചെറുതല്ല. നാം ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു, നിരാശ തോന്നുന്നു, ദുഃഖം വരുന്നു. ഓരോ തവണയും ഈ വികാരങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ നമ്മുടെ ശരീരം കൂടുതൽ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ ഊർജം നഷ്ടപ്പെടുന്നു. ഓരോ നിരാശയും നമ്മുടെ മുഖത്ത് ഓരോ പുതിയ ചുളിവുകൾ സമ്മാനിക്കുന്നു. നമ്മുടെ ചിരിയുടെ തിളക്കം കുറയ്ക്കുന്നു. നമ്മുടെ യൗവനം ഓരോ നിമിഷവും ചോർന്നുപോകുന്നു. അപ്പോൾ എന്താണ് പരിഹാരം? ഭഗവത്ഗീത ഇതിന് മനോഹരമായൊരു ഉത്തരം നൽകുന്നുണ്ട്. നിഷ്കാമകർമ്മം, അതായത് ഫലത്തിൽ ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുക. നിങ്ങളുടെ ജോലി 100% ആത്മാർത്ഥതയോടെ ചെയ്യുക. പക്ഷേ അതിന്റെ ഫലം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടാതിരിക്കുക. നിങ്ങളുടെ കുടുംബത്തെ അതിരറ്റ് സ്നേഹിക്കുക, പക്ഷെ അവരെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്താൻ ശ്രമിക്കാതിരിക്കുക. ലക്ഷ്യങ്ങൾക്കു വേണ്ടി പ്രയത്നിക്കുക, പക്ഷെ ആ ലക്ഷ്യം കിട്ടിയില്ലെങ്കിൽ ജീവിതം അവസാനിച്ചു എന്ന് കരുതാതിരിക്കുക. ഈയൊരു മാനസികമായ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ യൗവനത്തിന്റെ താക്കോൽ. അത് നമ്മുടെ മനസ്സിന് നൽകുന്ന ശാന്തതയും സമാധാനവും മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. ആ ശാന്തത നമ്മുടെ മുഖത്തും പ്രതിഫലിക്കും. മനസ്സിനെയും ഭക്ഷണത്തെയും ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമ്മുടെ ശരീരത്തെ നേരിട്ട് ബാധിക്കുന്ന, എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഒരു ശീലത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. രാമായണത്തിലെ ഒരു വാനരൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം. തീർച്ചയായും നമുക്ക് തുടരാം. നമ്മുടെ ശരീരത്തെയും യൗവനത്തെയും കാത്തുസൂക്ഷിക്കുന്നതിൽ നമ്മൾ ഏറ്റവുമധികം അവഗണിക്കുന്ന ആ 4ാമത്തെ ശീലം വ്യായാമമില്ലായ്മ അഥവാ ശാരീരികമായ ആലസ്യമാണ്. ഇന്നത്തെ നമ്മുടെ ജീവിതം എത്രമാത്രം ചലനരഹിതമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേറ്റ് കാറിലോ ബസ്സിലോ കയറി ഓഫീസിലേക്ക്, അവിടെ മണിക്കൂറുകളോളം കസേരയിൽ ഒരേ ഇരിപ്പ്, തിരികെ വീട്ടിലെത്തിയാൽ ടിവിയുടെ മുന്നിലോ മൊബൈൽ സ്ക്രീനിലോ. നമ്മുടെ ശരീരം ചലനത്തിനായി സൃഷ്ടിക്കപ്പെട്ട ഒരു അത്ഭുത യന്ത്രമാണ്. എന്നാൽ നമ്മൾ അതിനെ ഒരു തുരുമ്പിച്ച പെട്ടിയെപ്പോലെ ഒരിടത്ത് പൂട്ടിയിടുന്നു. ഇവിടെയാണ് രാമായണത്തിലെ ഒരു മഹത്തായ കഥാപാത്രം നമുക്ക് വഴികാട്ടിയാകുന്നത്. സാക്ഷാൽ ഹനുമാൻ. സീതയെ തേടി ലങ്കയിലേക്ക് പുറപ്പെട്ട വാനരസേന സമുദ്രത്തിന്റെ തീരത്തെത്തി നിസ്സഹായരായി നിന്നു. 100 യോജന വിസ്തീർണമുള്ള ആ കടൽ എങ്ങനെ കടക്കുമെന്നവർക്കൊരു എത്തും പിടിയും ഉണ്ടായിരുന്നില്ല. പലരും തളർന്നു, പലരും പിന്മാറാൻ തീരുമാനിച്ചു. ആ കൂട്ടത്തിൽ നിശബ്ദനായി തന്റെ കഴിവുകളെക്കുറിച്ച് സംശയിച്ച് ഹനുമാനും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് കൂട്ടത്തിലെ ഏറ്റവും പ്രായം ചെന്ന ജാംബവാൻ ഹനുമാന്റെ അടുത്തേക്ക് വരുന്നത്. അദ്ദേഹം ഹനുമാനോട് പറഞ്ഞു, "അല്ലയോ മാരുതി, നീ എന്തിനാണ് സാധാരണ ഒരു വാനരനെപ്പോലെ ദുഃഖിച്ചിരിക്കുന്നത്? നിന്റെ ശക്തിയെക്കുറിച്ച് നീ മറന്നുപോയോ? നീ വായുപുത്രനാണ്. നിനക്ക് പർവ്വതങ്ങളെ പറിച്ചെറിയാനും സമുദ്രങ്ങളെ ചാടിക്കടക്കാനും കഴിയും. നിന്റെ ഉള്ളിലെ ശക്തിയെ ഉണർത്തൂ." ജാംബവാന്റെ ഈ വാക്കുകൾ കേട്ടതും ഹനുമാന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആത്മവിശ്വാസം ഉണർന്നു. അദ്ദേഹം തന്റെ ശരീരം ഒരു പർവ്വതം പോലെ വലുതാക്കി ഒരു നിമിഷം പോലും സംശയിക്കാതെ ലങ്കയെ ലക്ഷ്യമാക്കി ആകാശത്തേക്ക് കുതിച്ചു. സുഹൃത്തുക്കളെ, നാം എല്ലാവരും ആ സമുദ്രതീരത്ത് നിസ്സഹായനായിരുന്ന ഹനുമാനെ പോലെയാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു മഹാസമുദ്രം താണ്ടാനുള്ള ഊർജവും ശക്തിയും ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചലനരഹിതമായ ജീവിതശൈലി കാരണം നാം ആ ശക്തിയെ മറന്നുപോയിരിക്കുന്നു. എനിക്ക് വയ്യ, എനിക്ക് ക്ഷീണമാണ്, നാളെയാകട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം പരിമിതികളുടെ ഒരു കെൽക്കയ്ക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നു. ആധുനിക ശാസ്ത്രം പറയുന്നത് വ്യായാമമില്ലായ്മ രക്തചംക്രമണം കുറയ്ക്കുകയും പേശികളെ ദുർബലമാക്കുകയും ഹൃദയത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നുവെന്നാണ്. ശരീരത്തിൽ പ്രാണൻ അഥവാ ജീവോർജം ശരിയായി പ്രവഹിക്കണമെങ്കിൽ ചലനം അനിവാര്യമാണ്. ഓരോ ദിവസവും
അരമണിക്കൂറെങ്കിലും നടക്കുകയോ ഓടുകയോ യോഗ ചെയ്യുകയോ ഇഷ്ടമുള്ള ഏതെങ്കിലും കായിക വിനോദത്തിലേർപ്പെടുകയോ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ ജാമ്പവാനായി പ്രവർത്തിക്കും. അത് നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന ഊർജത്തെ ഉണർത്തും. ഓർക്കുക, ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയത് ഒരു ഭീമാകാരമായ ശരീരവുമായി മാത്രമല്ല, അചഞ്ചലമായ മനസ്സോടെയുമാണ്. അതുപോലെ വ്യായാമം നമ്മുടെ ശരീരത്തെ മാത്രമല്ല, മനസ്സിനെയും ബലപ്പെടുത്തുന്നു. അത് നമ്മളിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്നു, വിഷാദത്തെ അകറ്റുന്നു, ചിന്തകൾക്ക് വ്യക്തത നൽകുന്നു. യൗവനത്തിന്റെ തിളക്കത്തിന് വ്യായാമത്തേക്കാൾ മികച്ച ഒരു ലേപനമില്ല. നിങ്ങളുടെ മടിയെന്ന സമുദ്രം ചാടിക്കടക്കാൻ തയ്യാറായാൽ ആരോഗ്യത്തിന്റെയും യൗവനത്തിന്റെയും ലങ്ക നിങ്ങളെ കാത്തിരിക്കുന്നു. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ചിന്തകൾ, ആഹാരം, ആസക്തി, വ്യായാമം എന്നിവയെക്കുറിച്ചാണ്. എന്നാൽ ഇവയെല്ലാം ശരിയാക്കിയാലും നമ്മൾ അറിയാതെ ചെയ്യുന്ന മറ്റൊരു വലിയ തെറ്റുണ്ട്. അത് നമ്മുടെ യൗവനത്തിന്റെ കടയ്ക്കൽ വയ്ക്കുന്ന ഒരു കോടാലിയാണ്. രാത്രിയുടെ നിശബ്ദതയിൽ നാം ആ തെറ്റ് ആവർത്തിക്കുമ്പോൾ അടുത്ത പ്രഭാതത്തിൽ വാർദ്ധക്യത്തിന്റെ ഒരു പടി കൂടി നാം കയറുകയാണ്. എന്താണ് ആ അഞ്ചാമത്തെ ശീലം എന്നല്ലേ? ആ അഞ്ചാമത്തെ മാരകമായ ശീലത്തിലേക്ക്. രാത്രിയുടെ നിശബ്ദതയിൽ നാം ആവർത്തിക്കുന്ന, നമ്മുടെ യൗവനത്തിന്റെ കടയ്ക്കൽ കോടാലി വയ്ക്കുന്ന ആ അഞ്ചാമത്തെ ശീലം മറ്റൊന്നുമല്ല, ഉറക്കക്കുറവും തെറ്റായ ഉറക്കശീലങ്ങളുമാണ്. ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം. കുറച്ചുനേരം വൈകി ഉറങ്ങിയാൽ എന്താണ് കുഴപ്പം എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ യൗവനം നിലനിർത്തുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തെയാണ് നിങ്ങളവിടെ അവഗണിക്കുന്നത്. നമുക്ക് രാമായണത്തിലേക്ക് വീണ്ടും പോകാം. വനവാസകാലത്ത് ശ്രീരാമനും സീതയും ഒരു കുടിലിൽ വിശ്രമിക്കുമ്പോൾ പുറത്ത് വില്ലും അമ്പുമേന്തി കണ്ണുചിമ്മാതെ ഒരാൾ കാവൽ നിൽക്കുമായിരുന്നു, ലക്ഷ്മണൻ. തന്റെ സഹോദരന്റെയും സഹോദരപത്നിയുടെയും സുരക്ഷയ്ക്കായി വനവാസത്തിന്റെ 14 വർഷവും ലക്ഷ്മണൻ ഉറങ്ങിയില്ലെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഗുഡാകേശൻ എന്ന പേര് വന്നത്, ഉറക്കത്തെ ജയിച്ചവൻ. എന്നാൽ ഇവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട്. ലക്ഷ്മണന്റെ ഉറക്കമില്ലായ്മ ഒരു സ്വാർത്ഥമായ കാര്യത്തിനു വേണ്ടിയായിരുന്നില്ല. അത് ധർമ്മസംരക്ഷണത്തിനു വേണ്ടിയുള്ള, ഒരു മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള കഠിനമായ ഒരു തപസ്സായിരുന്നു. ആ തപസ്സിന്റെ ശക്തി അദ്ദേഹത്തെ കൂടുതൽ തേജസ്വിയാക്കി. ഇനി നമ്മുടെ കാര്യമെടുത്തു നോക്കൂ. നമ്മൾ എന്തിനാണ് ഉറക്കം കളയുന്നത്? പാതിരാത്രി വരെ സോഷ്യൽ മീഡിയയിൽ അർത്ഥമില്ലാതെ സ്ക്രോൾ ചെയ്യാൻ, ഒരു എപ്പിസോഡ് കൂടി കണ്ടു തീർക്കാൻ വെബ് സീരീസുകൾക്ക് മുന്നിലിരിക്കാൻ, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് ആശങ്കപ്പെടാൻ. ലക്ഷ്മണന്റെ ത്യാഗം അദ്ദേഹത്തിന് ശക്തി നൽകിയെങ്കിൽ നമ്മുടെ ഈ ഉറക്കമിളക്കൽ നമ്മുടെ ശരീരത്തിലെ അവസാനത്തെ ഊർജവും ഊറ്റിയെടുക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു, രാത്രിയിലെ ഗാഠമായ ഉറക്കത്തിലാണ് നമ്മുടെ ശരീരം ഒരു സർവീസ് സെന്ററിൽ കയറ്റിയതുപോലെ പ്രവർത്തിക്കുന്നത്. പകൽ സമയത്തുണ്ടായ കേടുപാടുകൾ തീർക്കുന്നതും പുതിയ കോശങ്ങളെ നിർമ്മിക്കുന്നതും തലച്ചോർ ആ ദിവസത്തെ വിവരങ്ങൾ തരംതിരിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കുന്നതും വളർച്ചയ്ക്കാവശ്യമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതുമെല്ലാം ഈ സമയത്താണ്. നമ്മൾ ആവശ്യത്തിന് ഉറങ്ങാതിരിക്കുമ്പോൾ ഈ അറ്റകുറ്റപ്പണികളൊന്നും നടക്കുന്നില്ല. അതിന്റെ ഫലം പിറ്റേന്ന് രാവിലെ നമ്മുടെ കണ്ണാടിയിൽ വ്യക്തമായി കാണാം. കണ്ണിന് താഴെയുള്ള കറുപ്പ്, വിളറിയ ചർമ്മം, ക്ഷീണിച്ച കണ്ണുകൾ, മുടിയുടെ തിളക്കമില്ലായ്മ. ഇതെല്ലാം ശരീരം നമ്മളോട് വിളിച്ചു പറയുന്ന അടയാളങ്ങളാണ്. എനിക്ക് വിശ്രമം വേണം, എനിക്ക് എന്നെത്തന്നെ പുതുക്കാൻ സമയം വേണം എന്ന്. നമ്മുടെ പൂർവികർ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നിരുന്നതിനെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അതായത് സൂര്യോദയത്തിന് ഏകദേശം 1.5 മണിക്കൂർ മുൻപ്. കൃത്യസമയത്ത് ഉണർന്ന് ഈ സമയത്ത് ഉണരുന്നത് ശരീരത്തിന്റെ ജൈവഘടികാരത്തെ പ്രകൃതിയുടെ താളത്തോട് സമന്വയിപ്പിക്കാൻ സഹായിക്കും. ഇത് നൽകുന്ന ഉന്മേഷവും ഊർജവും ഒരു ചായയ്ക്കോ കാപ്പിക്കോ നൽകാനാവില്ല. അതുകൊണ്ട് യൗവനം തിരികെ പിടിക്കണമെങ്കിൽ ഉറക്കത്തെ ഒരു ശല്യമായി കാണാതെ ശരീരത്തിനും മനസ്സിനും നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായി കാണുക. ലക്ഷ്മണൻ ഒരു ലക്ഷ്യത്തിനുവേണ്ടി ഉറക്കം ത്യജിച്ചെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യത്തോടെയും യൗവനത്തോടെയും ജീവിക്കുക എന്ന ലക്ഷ്യത്തിനുവേണ്ടി നന്നായി ഉറങ്ങാൻ പഠിക്കാം. ഇപ്പോൾ നമ്മൾ 5 പ്രധാന ശീലങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ചിന്തകൾ, ആഹാരം, ആസക്തികൾ, വ്യായാമമില്ലായ്മ, ഉറക്കക്കുറവ് എന്നിവ 5 ഒഴിവാക്കിയാൽ നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കണ്ടുതുടങ്ങും. എന്നാൽ യൗവനം എന്നത് ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലല്ലോ. അത് നമ്മുടെ ആത്മാവിന്റെ, നമ്മുടെ ഉള്ളിന്റെ തിളക്കവും കൂടിയാണ്.
ഇതെല്ലാം ശരിയായിട്ടും ചിലർക്ക് ജീവിതത്തിൽ വിവിധതരം മടുപ്പും ശൂന്യതയും അനുഭവപ്പെടാൻ ഒരു കാരണമുണ്ട്. അതാണ് നമ്മുടെ യൗവനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ആറാമത്തെയും അവസാനത്തെയും ശീലം. ചിന്തകളെയും ഭക്ഷണത്തെയും ആഗ്രഹങ്ങളെയും വ്യായാമത്തെയും ഉറക്കത്തെയും നാം ക്രമീകരിച്ചു. നമ്മുടെ ശരീരം പതിയെ യൗവനത്തിലേക്ക് തിരികെ വരാൻ തുടങ്ങി. എന്നിട്ടും ചിലരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശൂന്യത ബാക്കി നിൽക്കുന്നു, ഒരു തരം വിരസത. എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒന്ന് കുറവുള്ളതുപോലെ എന്നൊരു തോന്നൽ. നമ്മുടെ ആത്മാവിന്റെ തിളക്കം കെടുത്തിക്കളയുന്ന, യൗവനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ആ ആറാമത്തെയും അവസാനത്തെയും ശീലം ഒരു ലക്ഷ്യമില്ലാതെ, ഒരു ധർമ്മമില്ലാതെ ജീവിക്കുന്നതാണ്. എന്താണീ ധർമ്മം? അത് കേവലം മതം എന്ന അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. ധർമ്മമെന്നാൽ നമ്മുടെ കർത്തവ്യം, നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം എന്നൊക്കെയാണ് അർത്ഥം. നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തിൽ ഒരു പങ്ക് വഹിക്കാനുണ്ട്. ഒരു മകനെന്ന നിലയിൽ, ഒരു പിതാവെന്ന നിലയിൽ, ഒരു സുഹൃത്തെന്ന നിലയിൽ, ഒരു ജോലിക്കാരനെന്ന നിലയിൽ, ഒരു പൗരനെന്ന നിലയിൽ. ഈ കർത്തവ്യങ്ങളെ സ്നേഹത്തോടെയും ഉത്തരവാദിത്വത്തോടെയും ചെയ്യുന്നതിലാണ് ജീവിതത്തിനർത്ഥമുണ്ടാവുന്നത്. സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാകും. അത് പതുക്കെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. ഇതിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക ശ്രീരാമനാണ്. അയോധ്യയുടെ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു രാമൻ. ജനങ്ങൾ മുഴുവൻ ആഹ്ലാദത്തിലാണ്. അപ്പോഴാണ് കൈകേയിയുടെ ആ 2 വരങ്ങൾ ഒരു ഇടിത്തീ പോലെ വന്നു വീഴുന്നത്. 1, ഭരതനെ രാജാവാക്കണം. 2, രാമൻ 14 വർഷം വനവാസത്തിനു പോകണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ നിമിഷം രാമന് വേണമെങ്കിൽ എന്തു ചെയ്യാമായിരുന്നു? രാജ്യം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് വാദിക്കാമായിരുന്നു. സൈന്യത്തിന്റെ സഹായത്തോടെ അധികാരം പിടിച്ചെടുക്കാമായിരുന്നു. എന്നാൽ രാമൻ എന്താണ് ചെയ്തത്? ഒരു നിമിഷം പോലും സംശയിക്കാതെ, മുഖത്തൊരു ഭാവഭേദവുമില്ലാതെ അദ്ദേഹം ആ കൽപ്പന സ്വീകരിച്ചു. കാരണം പിതാവിന്റെ വാക്കു പാലിക്കുക എന്നത് ഒരു പുത്രന്റെ ധർമ്മമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ ധർമ്മത്തിനു മുന്നിൽ സിംഹാസനം അദ്ദേഹത്തിനൊരു പുൽക്കൊടിക്ക് തുല്യമായിരുന്നു. വനവാസത്തിലെ കഷ്ടപ്പാടുകൾ രാമനെ തളർത്തിയോ? അദ്ദേഹത്തിന്റെ യൗവനം കെടുത്തിയോ? ഇല്ല. ഓരോ വെല്ലുവിളിയെയും അദ്ദേഹം നേരിട്ടത് തന്റെ ധർമ്മം നിർവഹിക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടെയായിരുന്നു. ഭാര്യയെ സംരക്ഷിക്കുക എന്ന ഭർത്താവിന്റെ ധർമ്മം നിറവേറ്റാനാണ് അദ്ദേഹം രാവണനോട് യുദ്ധം ചെയ്തത്. പ്രജകളെ രക്ഷിക്കുക എന്ന രാജാവിന്റെ ധർമ്മം നിറവേറ്റാനാണ് അദ്ദേഹം രാക്ഷസന്മാരെ വധിച്ചത്. ആ ലക്ഷ്യബോധം, ആ ധർമ്മനിഷ്ഠ അദ്ദേഹത്തിന് സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലുമാകാത്ത ശക്തിയും തേജസ്സും നൽകി. ഇനി രാവണന്റെ കാര്യമെടുക്കാം. രാവണൻ വലിയ പണ്ഡിതനായിരുന്നു, ശക്തനായിരുന്നു, സ്വർണലങ്കയുടെ അധിപനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം നയിച്ചത് അധർമ്മമായിരുന്നു. അഹങ്കാരം, ആർത്തി, സ്വാർത്ഥത. എനിക്ക് വേണം എന്ന ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ആഗ്രഹങ്ങൾ, അത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തെയും സർവനാശത്തിലേക്ക് നയിച്ചു. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒരു ലക്ഷ്യവുമില്ലാതെ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, ശമ്പളം വാങ്ങുന്നു, ജീവിക്കുന്നു എന്ന അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ജീവിതം മടുത്തു എന്ന് തോന്നുന്നത്. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ജോലി, അതെത്ര ചെറുതാണെങ്കിലും മറ്റൊരാൾക്കൊരു സഹായമാകുന്നുണ്ട് എന്ന ബോധത്തോടെ ചെയ്തു നോക്കൂ. നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത് എന്ന സ്നേഹത്തോടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി നോക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഒഴിവു സമയത്ത് പുതിയൊരു കഴിവ് പഠിക്കാനോ ആരെയെങ്കിലും സഹായിക്കാനോ ഒരു ചെടി നടാനോ ശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടേതായൊരു ധർമ്മം, ഒരു ലക്ഷ്യം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ആത്മാവിന് ഒരു തിളക്കമുണ്ടാകും. ആ തിളക്കം നിങ്ങളുടെ കണ്ണുകളിലും മുഖത്തും പ്രകാശിക്കും. അതാണ് യഥാർത്ഥ യൗവനം. അത് പ്രായത്തെ അതിജീവിക്കുന്ന ഒന്നാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ 6 ശീലങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. നിഷേധാത്മകമായ ചിന്തകൾ, തെറ്റായ ആഹാരം, അമിതമായ ആസക്തി, വ്യായാമമില്ലായ്മ, ഉറക്കക്കുറവ്, ലക്ഷ്യമില്ലാത്ത ജീവിതം. ഈ 6 കള്ളന്മാരാണ് നമ്മുടെ യൗവനവും സന്തോഷവും ഓരോ ദിവസവും മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി തീരുമാനം നിങ്ങളുടേതാണ്. ഈ ശീലങ്ങളെ ഒരു ശത്രുവിനെപ്പോലെ കണ്ട് പൊരുതി തോൽപ്പിക്കണോ, അതോ അവയ്ക്ക് കീഴടങ്ങി വാർദ്ധക്യത്തിലേക്ക് വേഗത്തിൽ നടന്നുപോകണോ? ഓർക്കുക, യൗവനമെന്നത് കലണ്ടറിലെ അക്കങ്ങളല്ല. അത് നമ്മുടെ ശിരകളിലോടുന്ന ഊർജ്ജമാണ്, നമ്മുടെ മനസ്സിലെ കെടാത്ത കനലാണ്, നമ്മുടെ ആത്മാവിലെ മായാത്ത പ്രകാശമാണ്.
കുരുക്ഷേത്രത്തിൽ തളർന്നിരുന്ന അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത് നിന്റെ മനസ്സിനെ മിത്രമാക്കാനാണ്. ജാംബവാൻ ഹനുമാനോട് പറഞ്ഞത് നിന്റെ ഉള്ളിലെ ശക്തിയെ ഉണർത്താനാണ്. ശ്രീരാമൻ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത് ധർമ്മത്തിൽ അടിയുറച്ച് ജീവിക്കാനാണ്. ഈ ഇതിഹാസ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകൂ. അടുത്ത 2 ആഴ്ച ഈ 6 ശീലങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ ഒരു പ്രതിജ്ഞയെടുക്കൂ. നിങ്ങളുടെ ചിന്തകളെ നിഗ്രഹിക്കുക, സാത്വികമായ ഭക്ഷണം കഴിക്കുക, ഫലത്തിൽ ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുക, ദിവസവും ശരീരം ചലിപ്പിക്കുക, നന്നായി ഉറങ്ങുക, നിങ്ങളുടെ ജീവിതത്തിന് ഒരു ചെറിയ ലക്ഷ്യമെങ്കിലും കണ്ടെത്തുക. 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പ്രായം കുറഞ്ഞൊരു മുഖം മാത്രമായിരിക്കില്ല, മറിച്ച് കൂടുതൽ ഊർജ്ജസ്വലനായ, കൂടുതൽ സന്തോഷവാനായ, ജീവിതത്തെ സ്നേഹിക്കുന്ന ഒരു പുതിയ മനുഷ്യനെ ആയിരിക്കും. നിങ്ങളുടെ നഷ്ടപ്പെട്ട യൗവനം നിങ്ങളിലേക്ക് തിരികെ വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചുണ്ട്. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ജ്ഞാനം മറ്റുള്ളവർക്കും പ്രയോജനപ്പെടാനായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം ജ്ഞാനത്തിന്റെ ഈ യാത്ര നമ്മൾ ഒരുമിച്ച് തുടരുകയാണ്.